ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് മൂകാംബികാദേവി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. ഗായ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ കർണാടകയിലെ കൊല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ മൂകാംബികാദേവി ക്ഷേത്രം ഉള്ളത്. ഗായ്സ്, നമ്മൾ കണ്ണൂരിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ദൂരം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മൂകാംബികാദേവി ക്ഷേത്രത്തിൻ്റെക്കുള്ള കവാടത്തിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് അത്രയും ദൂരമില്ല കേട്ടോ ക്ഷേത്രത്തിലേക്ക്. ഒരുപാട് ട്രാവലേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഗൈസ്, ഇത് അവിടെയുള്ള ബസ് സ്റ്റാൻഡാണ് കേട്ടോ. ഒരുപാട് ബസ്സൊക്കെ നിർത്തിയിട്ടുണ്ട്. ഗൈസ്, ഇതിൻ്റെ അടുത്ത് തന്നെ ആയിട്ടാണ് കേട്ടോ സൗപർണിക നദി വരുന്നത്. അപ്പോൾ ഗൈസ്, നമ്മളിപ്പം സൗപർണികയിലേക്ക് പോകുന്നില്ല, നമ്മൾ നേരെ തന്നെ മൂകാംബികയിലേക്കാണ് കേട്ടോ പോകുന്നത്. കാരണം ഉച്ച നേരത്തെ ദേവീൻ്റെ രൂപം പറഞ്ഞിട്ട് മഹാലക്ഷ്മീൻ്റെ രൂപമായിരിക്കും ദേവിക്ക്. അപ്പോൾ അത് തൂവാൻ വേണ്ടിയാണ് കേട്ടോ നമ്മളിപ്പം പോകുന്നത്. ഗൈസ്, ഇവിടെ ഒരുപാട് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ പ്യുവർ വെജ് ആയിട്ടുള്ള ഹോട്ടൽസും ഉണ്ട്. ഗൈസ്, ടെമ്പിളിൻ്റെ അടുത്ത് തന്നെ ഒരുപാട് റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ പോകുന്നത് നമ്മുടെ പാർക്കിംഗ് ഏരിയയിലേക്കാണ് കേട്ടോ. അവിടെ നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ടാണ് മൂകാംബികേൻ്റെ ഉള്ളിൽ കയറാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ കാണുന്നതാണ് കേട്ടോ എൻട്രിങ് വേ ആണ് കേട്ടോ ഗൈസ്. ഇതാണ് ടെമ്പിൾ. അതിൻ്റെ മുന്നിൽ തന്നെ ആയിട്ട് ഒരുപാട് ഫ്ലവേഴ്സ്, അതുപോലെ തന്നെ ഇങ്ങനെ മുല്ലപ്പൂവും പിന്നെ ദേവിക്ക് സമർപ്പിക്കാനുള്ള ഫ്ലവേഴ്സും അതൊക്കെ ഇവിടെ തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ അങ്ങോട്ടേക്കാണ് കേട്ടോ പോകുന്നത്. ഗൈസ്, നമ്മളങ്ങനെ പാർക്കിംഗ് ഏരിയയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ പേ ചെയ്യണം കേട്ടോ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഗൈസ്, അങ്ങനെ നമ്മൾ മൂകാംബിക ടെമ്പിളിൻ്റെ ഉള്ളിൽ കയറി കേട്ടോ. ഗൈസ്, ഇവിടെ ചെറിയ ചെറിയ ഷോപ്സൊക്കെ ഉണ്ട് കേട്ടോ. ഗൈസ്, അങ്ങനെ നമ്മൾ അന്നപ്രസാദത്തിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. നമ്മളിപ്പോൾ ഉച്ചക്ക് വന്നുകൊണ്ട് തന്നെ അവിടെ ഭക്ഷണം ഉണ്ടായിരുന്നു. മൂകാംബിക ദേവീൻ്റെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നമുക്ക് കയറിയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമായിരുന്നു, പക്ഷേ അതെനിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഗൈസ്, ഇതാണ് നമ്മൾ നിൽക്കുന്ന റിസോർട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ബാഗൊക്കെ വെച്ചിട്ട് നമ്മൾ നേരെ കുടജാദ്രിയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ഇപ്പം തന്നെ 3 മണി ആയിട്ടുണ്ട്. 3 മണി to 4 മണി വരെ എങ്ങാനേ ഉള്ളൂ ജീപ്പിൻ്റെ ടൈം. അതുകൊണ്ട് നമ്മൾ വേഗം ഇവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് കുടജാദ്രിയിലേക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. ഗൈസ്, കുടജാദ്രീൻ്റെ വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും ഇതിൻ്റെ അകത്ത് അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യായിരുന്നത്. ഗൈസ്, അങ്ങനെ നമ്മൾ കുടജാദ്രീൻ്റെ മുകളിലൊക്കെ കയറി ഒരു 6 മണിയാകുമ്പോൾ തിരിച്ചിറങ്ങി കേട്ടോ. എന്നിട്ട് നമ്മൾ റിസോർട്ട് പോയിട്ട് ഫ്രഷായി രാത്രി ആകുമ്പോൾ നമ്മൾ പിന്നെ അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗൈസ്, രാത്രിക്കാണ് കേട്ടോ കഷായം പ്രസാദമായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിച്ച് രാത്രി റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ രാവിലെ നമ്മൾ ഫ്രഷായിട്ട് വീണ്ടും അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, നല്ല തിരക്കായിരുന്നു കേട്ടോ.
ഗൈസ് അങ്ങനെ നമ്മൾ എൻ്റെ അനിയനെ എഴുത്തി നിർത്തി കേട്ടോ. ഗൈസ് ഞാൻ ഇവിടുന്ന് തന്നെയായിരുന്നു ആദ്യമായിട്ട് എഴുതിയത്. ഇവനെ എഴുത്തിന് ഇരുത്തേണ്ട നേരം ആകുമ്പോൾ കൊറോണയൊക്കെ ആയതുകൊണ്ട് നമുക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ എഴുതിപ്പിക്കുന്നത്. ഗൈസ് ഏകദേശം ഇവൻ്റെ പ്രായമുള്ള ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു കേട്ടോ എഴുതാൻ വേണ്ടി. ഗൈസ് അങ്ങനെ നമ്മൾ മൂകാംബികയിൽ നിന്ന് ഇറങ്ങലായിട്ടോ. അപ്പോൾ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് എടുത്തു. ഗൈസ് അങ്ങനെ നമ്മൾ റൂമിൽ പോയി ഫ്രഷ് ആയിട്ട് നേരെ പോയത് സൗപർണിക നദിയിലേക്കാണ് കേട്ടോ. ഗൈസ് മൂകാംബികയിൽ പോയിനെങ്കിൽ മസ്റ്റായിട്ട് പോകേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ സൗപർണിക നദി. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഗൈസ് വേനൽക്കാലമായതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളമൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലും കുറച്ച് ആൾക്കാരൊക്കെ അവിടെ നിന്ന് കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീട്ടിലവർക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഗൈസ് അടുത്തത് നമ്മൾ മുരുടേശ്വരത്തേക്കാണ് പോകുന്നത്. ഗൈസ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എത്രയും പെട്ടെന്ന് ഇടുന്നതായിരിക്കും. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.